ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും വരാന്ത റേസ് മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. പടയോട്ട സീരീസിലെ ജോഗ്രഫി സെക്ഷനിലെ കേരള ജോഗ്രഫി സെക്ഷനിലെ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ കക്കയം, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പള്ളിവാസൽ. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻ എ കക്കയം, ഓപ്ഷൻ ബി ശബരിഗിരി, ഓപ്ഷൻ സി ഇടുക്കി, ഓപ്ഷൻ ഡി പള്ളിവാസൽ. ഓക്കെ, ആൻസർ വരുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഓക്കെ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഏത് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓക്കെ, നമുക്കറിയാം, പേര് പോലെ തന്നെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള ജില്ല ഏത് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഓക്കെ, അത് നമുക്ക് പള്ളിവാസലിനെ കൊണ്ട് നോക്കാം. പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940ലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ്. പള്ളിവാസൽ കമ്മീഷൻ ചെയ്തത് 1940. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മുതിരമ്പുഴ, പെരിയാറിന്റെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയും പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ജില്ലയിലാണ്. ഏത് നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പമ്പാ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഒന്നുകൂടെ നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ ശബരിഗിരി. ഓക്കെ, ശബരിഗിരിയാണ്. ശബരിഗിരി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 1986 ഉൾനാടൻ ജലാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത് ഏതാണ്? ഓക്കെ, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആണ്. 1986 ഉൾനാടൻ ജലാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ദേശീയ ജലപാത 4. ഓപ്ഷൻ ബി ദേശീയ ജലപാത 3. ഓക്കെ, ഓപ്ഷൻ സി ദേശീയ ജലപാത 2. ഓപ്ഷൻ സി എന്ന് പറയുന്നത് ദേശീയ ജലപാത 2. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദേശീയ ജലപാത 5. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദേശീയ ജലപാത 5. ഇതിലെ ആൻസർ എന്ന് പറയുന്നത് ദേശീയ ജലപാത 3 ആണ്. ഓക്കെ, പശ്ചിമ തീര കനാൽ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് ദേശീയ ജലപാത 3ന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. പിന്നെ 2006 ദേശീയ ജലപാത നിയമപ്രകാരം അത് കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കൊല്ലം മുതൽ കോഴിക്കോടാണ്. എന്നാൽ ചില എക്സാമിന് കൊല്ലം കോട്ടപ്പുറം എന്നാണ് ചോദിക്കുന്നത്. ചില എക്സാമിൽ ചോദിക്കുന്നത്. ഓക്കെ, ഈ
വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ പശ്ചിമ തീര കനാൽ എന്ന് അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ്. കേരളത്തിൽ നിലവിൽ 4 ദേശീയ ജലപാതകൾ കേരളത്തിൽ കടന്നു പോകുന്നു. നിലവിൽ കേരളത്തിലുണ്ട്. എന്നാൽ എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കേരളത്തിൽ നിലവിൽ എത്ര ദേശീയ ജലപാതകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് 4ഉം, കേരളത്തിലൂടെ എത്ര ദേശീയ ജലപാതകൾ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ 5ഉമാണ് ഉത്തരം പറയുന്നത്. ഓക്കെ, കേരളത്തിൽ നിലവിൽ 4 ദേശീയപാതകൾ കേരളത്തിലുണ്ട്. എന്നാൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകളുടെ എണ്ണം ചോദിച്ചാൽ അത് 5ആണ്. ഓക്കെ, ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പശ്ചിമ തീര കനാൽ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് കോസ്റ്റ് കനാൽ, ഇതിപ്പോൾ നമ്മൾ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3ഉം, എന്നാൽ ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ്. ഓക്കെ, ഇത് ഓപ്ഷനിലുണ്ട്, എന്നാൽ അതുകൊണ്ട് കണക്ട് ചെയ്ത് പറഞ്ഞേക്കാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നമ്മുടെ നാഷണൽ വാട്ടർവേ 3ഉം, എന്നാൽ ഈസ്റ്റ് കോസ്റ്റ് വാട്ടർവേ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ കിഴക്കൻ തീര കനാൽ ഓക്കെ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 5ആണ്. അത് നിങ്ങൾ മാറിപ്പോകലും. പശ്ചിമ തീര കനാൽ എന്നറിയപ്പെടുന്നത് ദേശീയ ജലപാത 3 കേരളത്തിലൂടെ കടന്നു പോകുന്നത്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയ ജലപാതയാണ് എന്താണ്? ദേശീയ ജലപാത 3 എന്ന് പറയുന്നത്. നിലവിൽ കേരളത്തിൽ 4 ദേശീയ ജലപാതകളുണ്ട്. എന്നാൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ എത്രണ്ണം എന്ന് ചോദിച്ചാൽ 5 ദേശീയ ജലപാതകൾ കേരളത്തിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഉത്തരം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഓക്കെ, കൺഫ്യൂഷൻ ആകരുത്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ദേശീയ ജലപാത 5 ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, 3 പ്രസ്താവനകൾ താഴെ തന്നിട്ടുണ്ട്. 1, കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമാണ് എന്ന് പറയുന്നത് ഇരവികുളം. ഓക്കെ, 1ാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. ഓക്കെ, ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ശരിയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം 1978ലാണ്. 1978ലാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. 1978ലാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്ത് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്, ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, നിലവിൽ ഇന്ത്യയിലെ നമ്മുടെ കേന്ദ്ര വന മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം കേരളത്തിൽ 6 ദേശീയോദ്യാനങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇരവികുളം, പെരിയാറ്, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല, ഇങ്ങനെ 6 ദേശീയോദ്യാനങ്ങൾ കേന്ദ്ര വന മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ 6 ദേശീയ ഉദ്യാനങ്ങളുണ്ട്. എന്നാൽ PSCയുടെ ഉത്തരസൂചിക പ്രകാരം കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 5 ദേശീയോദ്യാനങ്ങളുള്ളത്. കേരളത്തിൽ 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. ഈ 5 ദേശീയോദ്യാനം ഏതൊക്കെയെന്ന് വെച്ചാൽ ഇരവികുളം, അതുപോലെ തന്നെ സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. പെരിയാർ ദേശീയോദ്യാനത്തെ PSC അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിലുള്ളത്. ഓക്കെ, 5 ദേശീയോദ്യാനങ്ങളിൽ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. ഈ സ്റ്റേറ്റ്മെന്റ് 3 നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് ഈ 3 സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും അതിന്റെ ഉത്തരം ഏതാണ്? ഇരവികുളം. എന്താണ്? ഈ ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്നാണ് നിലവിൽ വന്ന 1978ലാണ് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്.
അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഈ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതെന്ന് ചിലപ്പോൾ എക്സാമുകൾ ചോദിക്കാറുണ്ട്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി, ആ കൊടുമുടിയാണ് നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി കൊടുമുടി. 2695 ആനമുടി കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് വെച്ചാൽ ഏതാണ്? ആനമുടി കൊടുമുടി. ഓക്കെ, ആനമുടി കൊടുമുടിയും ഇരവികുളം ദേശീയോദ്യാനവും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ദേവികുളം താലൂക്കിലാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി, അതുപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനം എല്ലാം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം താലൂക്കിലാണ്. ഓക്കെ, ഇരവികുളത്തെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1978 രൂപം കൊണ്ടു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഓക്കെ, അടുത്ത് ഇടുക്കി ജില്ലയിലാണ്. ഞാൻ പറഞ്ഞു 5 ദേശീയോദ്യാനം. PSCയുടെ ഉത്തര സൂചിക പ്രകാരമാണെങ്കിൽ 5 ദേശീയോദ്യാനം, കേന്ദ്ര വനമന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 6 ദേശീയോദ്യാനം. ഓക്കെ, 5 ആയാലും 6 ആയാലും ഇതിൽ 5 ദേശീയോദ്യാനമാണെങ്കിൽ ഇതിൽ 4 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സൈലന്റ് വാലി ഒഴിച്ച് ബാക്കി എല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഓക്കെ, ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, അടുത്ത സ്റ്റേറ്റ്മെന്റ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇവിടെ സിംഹവാലൻ കുരങ്ങുകളെ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഇതിന്റെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ദേശീയോദ്യാനമാണ് എന്തെന്ന് പറയുന്നത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത്. ഓക്കെ, സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലിനസ്. ഓക്കെ, മക്കാക്ക സിലിനസ്. ഓക്കെ, എക്സാമിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. മക്കാക്ക സിലിനസ് ആണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഈ സിംഹവാലൻ കുരങ്ങുകൾ എന്താണ് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലിയിലാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ വെടിപ്ലാവ് എന്ന് പറഞ്ഞൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ ഏറ്റവും കൂടുതൽ എവിടെ? സൈലന്റ് വാലിയിൽ കാണുവാനുള്ള ഒരു കാരണം. ഓക്കെ, അടുത്തെന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. എന്നാൽ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീലഗിരി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? നീലഗിരി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? വരയാടാണ്. വരയാട് അല്ലെങ്കിൽ നീലഗിരി താർ എന്നറിയപ്പെടുന്നു. വരയാട് അല്ലെങ്കിൽ നീലഗിരി താർ എന്നറിയപ്പെടുന്ന മൃഗമാണ് നീലഗിരി താർ എന്നറിയപ്പെടുന്ന ഈ മൃഗമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് ഈ വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. 3 സ്റ്റേറ്റ്മെന്റ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ശരിയാണ്. ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. എന്നാൽ സിംഹവാലൻ കുരങ്ങുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൈലന്റ് വാലിയിലാണ്. ഓക്കെ, എന്നാൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഏതാണ്? വരയാടാണ്. ഏതെവിടെ? നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം എന്ന് പറയുന്നത് വരയാടാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1ഉം 2ഉം ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എന്ന് പറയുന്ന 1ഉം 2ഉം സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഏതാണ്? അത് തെറ്റാണ്. സിംഹവാലൻ കുരങ്ങുകൾ എവിടെ കൂടുതൽ കാണപ്പെടുന്നത്? സൈലന്റ് വാലിയിൽ. ഇവിടെ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? നീലഗിരി താർ എന്നറിയപ്പെടുന്നു, അല്ലെങ്കിൽ വരയാട് എന്നറിയപ്പെടുന്ന മൃഗമാണ് ഈ നമ്മുടെ ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പേര് കൺഫ്യൂഷൻ അടിച്ച് തെറ്റിക്കുന്നതുമായ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? കേരളത്തിൽ നിലവിൽ 14 ജില്ലകളുണ്ട്. ഓക്കെ, 14 ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ല ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് പറയുന്നത് ഇടുക്കിയാണ്. എന്നാൽ 2ാം സ്ഥാനം ആർക്കാണ്? 2ാം സ്ഥാനം പാലക്കാടാണ്. ഓക്കെ, സെക്കൻഡ് പ്ലേസ് എന്ന് പറയുന്നത് പാലക്കാട്. എന്നാൽ ഫസ്റ്റ് സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ഇടുക്കിയാണ്. ഓക്കെ, ഇടുക്കിയാണ്.
എറണാകുളത്തിന്റെ ഭാഗമായ കുട്ടമ്പുഴ താലൂക്ക് അത് എവിടെ ഇടുക്കിയോട് കൂട്ടിച്ചേർന്നതോടെ വീണ്ടും ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറി. അതിനു മുന്നേ ഇടയ്ക്ക് കുറച്ചു കാലം പാലക്കാടായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെട്ടിരുന്നത്. ഓക്കെ, എന്നാൽ കുട്ടമ്പുഴ ജില്ല ഇടുക്കിയോട് ചേർത്തതിന് ശേഷം ഇടുക്കി എന്ത് ചെയ്തു? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ അടിക്കരുത്, ഡൗട്ട് അടിച്ച് തെറ്റിക്കരുത്. ആദ്യമേ തന്നെ ബൗളിക നോക്കി മനസ്സിലാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. ഓക്കെ അല്ലെ, കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ 41 എണ്ണമാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോക്കി നോക്കുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഭാരതപ്പുഴയാണോ? അല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 244 കിലോമീറ്ററുള്ള പെരിയാർ, 244 കിലോമീറ്റർ ദൂരമുള്ള പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാർ നദിയാണ്. പെരിയാർ നദി ശിവഗിരി മലനിരയിൽ ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പെരിയാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ 41 എണ്ണമാണ്. കേരളത്തിൽ മൊത്തം 44 നദികളുണ്ട്. ഓക്കെ, 44 നദികളുണ്ട്. ഈ 44 നദികളിൽ 3 നദികൾ എങ്ങോട്ടൊഴുകുന്നു? കിഴക്കോട്ട് ഒഴുകുന്നു. എന്നാൽ 41 നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഓക്കെ, നമുക്കറിയാം കേരളത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് എവിടെയാണ്? അറബിക്കടലും. കേരളത്തിന്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെല്ലാം ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41 എണ്ണമാണ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 44 നദികളിൽ 41 നദികൾ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകി. ചില നദികൾ അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു, ചില നദികൾ കായലുകളിൽ വന്ന് പതിക്കുന്നു. വേമ്പനാട്ട് കായലിലും അഷ്ടമുടി കായലിലൊക്കെ വന്ന് പതിക്കുന്നു. അതുപോലെ പല കായലുകളിലും വന്ന് പതിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു 44 നദികൾ കേരളത്തിലുണ്ട്. ഈ 44 നദികളിൽ 41 നദികളും എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഈ 41 നദികളും എന്താണ്? പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിലും മറ്റു കായലുകളിലും പതിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ 3 നദികളായ പാമ്പാർ, കബനി, ഭവാനി. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. നമ്മൾ കബനി നദി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ് കബനി നദി സ്ഥിതി ചെയ്യുന്നത്. കബനി നദി സ്ഥിതി ചെയ്യുന്നത് വയനാടിലാണ് കബനി നദി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭവാനി നദി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ കാണപ്പെടുന്ന ഒരു നദിയാണ് ഭവാനി നദി എന്ന് പറയുന്നത്. അതുപോലെ ഇടുക്കിയിൽ കാണപ്പെടുന്ന ഒരു നദിയാണ് പാമ്പാർ എന്ന് പറയുന്നത്. പാമ്പാർ നദി, തലയാർ എന്നറിയപ്പെടുന്ന ഒരു നദിയാണ് പാമ്പാർ എന്നറിയപ്പെടുന്ന നദി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈ 3 നദികളും എങ്ങോട്ടാണ് പതിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 3 നദികളും കിഴക്കോട്ടൊഴുകി കാവേരി നദിയിൽ വന്ന് പതിക്കുന്നു. കാവേരി നദിയുടെ പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? പാമ്പാർ, കബനി, ഭവാനി എന്ന് പറയുന്ന നദി. ഈ 3 നദികളും കേരളത്തിലാണ് ഉത്ഭവിക്കുന്നുവെങ്കിലും കിഴക്കോട്ടൊഴുകി തമിഴ്നാട്ടിൽ ചെന്ന് കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നു. ഓക്കെ, കാവേരി നദിയുടെ 3 പോഷക നദികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? പാമ്പാർ, കബനി, ഭവാനി എന്ന് പറയുന്ന. ഓക്കെ, ഇതിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ കബനി നദിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കി ആദ്യത്തെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. പെരിയാർ അറിയപ്പെടുന്ന ചില
ചില വിശേഷണങ്ങളുണ്ട്. പെരിയാറിനെ കുറിച്ച് പറയുന്നെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കാണപ്പെടുന്ന നദിയാണ് എന്ന് പറയുന്നത് ഏതാണ്? പെരിയാർ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ കാണപ്പെടുന്ന നദി, കേരളത്തിലെ ഏറ്റവും വലിയ നദി. അതുപോലെ തന്നെ പെരിയാറിന് വേറെ ചില വിശേഷങ്ങളുണ്ട്, ഒരു അപരനാമമുണ്ട്, കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്ന നദി. അർത്ഥശാസ്ത്രത്തിൽ രണ്ട് നദികളെ കുറിച്ച് പരാമർശിക്കുന്നു, ഒന്ന് പെരിയാർ, രണ്ട് പമ്പ. അതില് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു നദിയാണ് എന്ന് പറയുന്നത് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാറിനെ ചൂർണി എന്ന് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന നാമത്തിൽ വിളിച്ച നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ. ഒന്നുകൂടെ പറയാം, കേരളത്തിന്റെ ജീവരേഖ, അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ എന്താണ്? ചൂർണി എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ശങ്കരാചാര്യർ എന്താണ്? പൂർണ്ണ എന്ന് വിളിച്ച നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം, തേക്കടി പക്ഷി സങ്കേതം ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്തെന്ന് ചോദിച്ചാൽ ഏതാണ്? ഈ പെരിയാർ നദീതീരത്താണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഭാരതപ്പുഴയിലേക്ക് വരാം. ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ എന്ന് പറയും. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെ പ്രധാനം എന്ന് പറഞ്ഞുതരാം. കേരളത്തിലെ നൈൽ എന്നറിയപ്പെടുന്ന നദി, അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി, അതുപോലെ നിള എന്നറിയപ്പെടുന്ന നദി, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു, പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്നു, നിള എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വിശേഷണം എന്ന് പറയുന്നത് കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഈ ഭാരതപ്പുഴയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ശോകനാശിനി. ഓക്കെ, ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന ഏതാണ്? ശോകനാശിനി എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് അത് ഭാരതപ്പുഴയും പെരിയാറും കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളാണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നുകൂടെ പറയാം, പെരിയാറിന്റെ എന്താണ് വിശേഷണങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ജീവരേഖ, അതുപോലെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ചൂർണി എന്നറിയപ്പെടുന്ന നദി, ശങ്കരാചാര്യൻ പൂർണ്ണ എന്നറിയപ്പെടുന്ന വിളിച്ചിരുന്ന നദി. ഓക്കെ, അതുപോലെ തന്നെ വേമ്പനാട്ട് കായലിലാണ് പെരിയാർ നദി പതിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതപ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുഴയാണ്. ഓക്കെ, ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിലേക്ക് ഭാരതപ്പുഴ ചേരുന്നു. പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുന്ന നദി, അതുപോലെ തന്നെ നിള എന്നറിയപ്പെടുന്ന നദി, അതുപോലെ തന്നെ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി. ഓക്കെ, ഇതെല്ലാം ഭാരതപ്പുഴയാണ്. ഇത് ആരും മറക്കരുത്. ഇത് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്, എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഫാക്ട്സ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ പവർഫുൾ ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ജാവ സിമ്പിൾ ആണ്, എന്നാൽ ജാവ പവർഫുൾ ആണ്. അതുപോലെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ എന്താണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, ശുദ്ധജല തടാകം നമുക്കിത് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഓക്കെ, ഓപ്ഷൻ എ അഷ്ടമുടി കായൽ, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി കഠിനംകുളം കായൽ, ഓപ്ഷൻ ഡി ശാസ്താംകോട്ട കായൽ. ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ അഷ്ടമുടി കായൽ, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി കഠിനംകുളം കായൽ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായൽ. എല്ലാവർക്കും അറിയാം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായൽ. ഓക്കെ, കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായൽ. ഓക്കെ,
കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകമാണ് ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നു കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്, കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ് അല്ലെങ്കിൽ ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, അതുപോലെ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എന്താണ് തടാകം എന്ന് പറയുന്നത് ഏതാണ്? ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓക്കെ, അടുത്തൊരു പോയിന്റ് പറഞ്ഞു തരാം. എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ചതാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ശാസ്താംകോട്ട തടാകം. ഓക്കെ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം എന്ന് വെച്ചാൽ ഏതാണ്? ഓക്കെ, ശാസ്താംകോട്ട തടാകം. ഓക്കെ, കൊല്ലം ജില്ലയിൽ മൊത്തമായിട്ട് കുടിവെള്ള ആവശ്യത്തിന് ജലവിതരണം എല്ലാം നടത്തുന്നത് എവിടെ നിന്നാണ്? ഈ ശാസ്താംകോട്ട കായലിൽ നിന്നാണ്. ശുദ്ധജല തടാകമാണ്. ഓക്കെ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് എന്ന് വെള്ളായണി. ഓക്കെ, വെള്ളായണി തടാകം തിരുവനന്തപുരത്താണ് വെള്ളായണി തടാകം. ഓക്കെ, അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് പൂക്കോടാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം എന്ന് അറിയപ്പെടുന്നത് പൂക്കോട്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ശുദ്ധജല തടാകം, ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് പൂക്കോട്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട, രണ്ടാമത്തെ വലുതെന്ന് പറയുന്നത് വെള്ളയാണി. ഓക്കെ, അടുത്ത കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് ശുദ്ധജല തടാകം, പൂക്കോട്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം എന്ന് ചോദിച്ചാൽ ഏതാണ്? പൂക്കോട്. ഓക്കെ, ഇന്ത്യൻ ഭൂപടാകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അതും ഏതാണ്? പൂക്കോട് തടാകമാണ്. ഓക്കെ, പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ വെള്ളായണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിലെ ഉള്ള മനുഷ്യനിർമ്മിതമായ ഏക ശുദ്ധജല തടാകം മാനാഞ്ചിറ, കോഴിക്കോട്. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ഏക ശുദ്ധജല തടാകം എന്ന് പറയുന്നത് മാനാഞ്ചിറയാണ്, കോഴിക്കോടാണ്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് വരാം. അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ. ഓക്കെ, വേമ്പനാട്ട് കായൽ എക്സാമിന് എപ്പോഴും ചോദിക്കും. വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ, ലോങ്സ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ അല്ലെങ്കിൽ ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടം, ഇന്ത്യയിലെ അല്ലെങ്കിൽ സെക്കൻഡ് ലാർജസ്റ്റ് വെറ്റ്ലാൻഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും ഏതാണ്? വേമ്പനാട്ട് കായൽ. ഒന്നുകൂടെ പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം അല്ലെങ്കിൽ കായൽ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചതാണ്, തടാകം എന്ന് ചോദിച്ചത് ചിൽക്കയാണ് ഇന്ത്യയിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് എന്താണ് ലേക്ക് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തണ്ണീർത്തടം എന്നറിയപ്പെടുന്നത് ഏതാണ്? വേമ്പനാട്ട് കായലാണ്. ഓക്കെ, വേമ്പനാട്ട് കായലാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത നമുക്ക് നോക്കാം. അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ. ഓക്കെ, കേരളത്തിലെ അല്ലെങ്കിൽ എന്താണ് ഗേറ്റ് വേ ഓഫ് ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഗേറ്റ് വേ ഓഫ് ബാക്ക് വാട്ടേഴ്സ് ഇൻ കേരള എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായലാണ്. കേരളത്തിലെ കായലുകളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായൽ. അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നതും അഷ്ടമുടി കായലാണ്. ഓക്കെ, കേരളത്തിലെ കായലുകളുടെ കവാടം അതുപോലെ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന ഏതാണ്? അഷ്ടമുടി കായലാണ്. കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലാണ്. ഇനി എക്സാമിന് ചോദിച്ചൊരു പോർഷൻ പറഞ്ഞുതരാം. പനയോലയുടെ ആകൃതിയിൽ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ. കേരളത്തിലെ പനയോലയുടെ അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ, ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ആ പേര് തന്നെ അഷ്ടമുടികൾ, 8 മുടികൾ എന്നാണ്. ഓക്കെ, പനയോലയുടെ ആകൃതി അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതെന്ന് വെച്ചാൽ ഏതാണ്? അഷ്ടമുടി കായൽ. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇന്ത്യൻ ഭൂപടാകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണ്? പൂക്കോട് തടാകം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം.
ഹൃദയാകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം, ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം മേപ്പാടിയാണ്. ചെമ്പ്ര കൊടുമുടിയിലെ മേപ്പാടി തടാകമാണ് ഹൃദയാകൃതിയിൽ കാണപ്പെടുന്ന കേരളത്തിലെ തടാകം. ഓക്കെ, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏറ്റവും ആഴം കൂടിയത് ഏതാണ്? അഷ്ടമുടി കായൽ. ഓക്കെ, ഈ അഷ്ടമുടിയും ശാസ്താംകോട്ടയെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം, ഇത് ഇടയ്ക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ഡി കറുത്ത മണ്ണ്. ഓക്കെ, ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കറുത്ത മണ്ണ്. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. ഓക്കെ, ലാറ്ററൈറ്റ് സോയിലാണ് ആൻസർ എന്ന് പറയുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്. കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണിനങ്ങളിൽ 65% കൂടുതൽ കാണപ്പെടുന്നത് എന്ന് പറയുന്നതാണ് ലാറ്ററൈറ്റ് സോയിലാണ് കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് സോയിലാണ് കാണപ്പെടുന്നത് കേരളത്തിലെ മണ്ണിനങ്ങളിൽ 65%-ൽ കൂടുതൽ ഏതാണ്? ഓക്കെ, ലാറ്ററൈറ്റ് സോയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ ഓക്കെ ഇതിന്റെ ലാറ്ററൈസേഷന്റെ കാരണം എന്ന് പറയുന്നത് ഉയർന്ന ചൂടും ശക്തമായ മഴയും കാരണമാണ് ഈ മണ്ണ് ലാറ്ററൈസേഷൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജലം തങ്ങി നിൽക്കാത്ത ഒരു മണ്ണാണ് എന്തെന്ന് പറയുന്നത് ഈ ലാറ്ററൈറ്റ് സോയിൽ എന്നറിയപ്പെടുന്നത്. ജലം തങ്ങി നിൽക്കത്തില്ല. ഈ ലാറ്ററൈറ്റ് സോയിൽ എന്താണ്? ജലം ഒരിക്കലും തങ്ങി നിൽക്കത്തില്ല. ഓക്കെ, കേരളത്തിലെ ഇടനാടിൽ കൂടുതൽ കേരളത്തിലെ നമ്മൾ ഭൂപ്രകൃതി പഠിക്കുമ്പോൾ കേരളത്തെ 3ആയിട്ട് തരംതിരിക്കുന്നു: മലനാട്, ഇടനാട്, എന്താണ് തീരപ്രദേശം. ഓക്കെ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിലെ ഇടനാടിൽ കേരളത്തിന്റെ വടക്ക് ഭാഗത്തോട്ട് പോയാൽ നമുക്ക് ലാറ്ററൈറ്റ് കുന്നുകൾ കാണാൻ പറ്റും. കേരളത്തിലെ ആദ്യത്തെ ജിയോളജിക്കൽ സ്മാരകമായ അങ്ങാടിപ്പുറം കുന്നുകൾ എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൈറ്റ് കുന്നുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്മാരകം എന്ന് പറയുന്നത് ജിയോളജിക്കൽ സ്മാരകം എന്ന് പറയുന്നത് മോണിമെന്റ് എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സ്മാരകം എന്ന് പറയുന്നത് ഏതാണ്? വർക്കല ക്ലിഫാണ്. ഇതൊക്കെ എന്താണ്? ലാറ്ററൈറ്റ് കുന്നുകൾക്ക് ഉദാഹരണമാണ്. ഓക്കെ 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 ലാറ്ററൈറ്റ് കുന്നുകളിൽ ജലം തങ്ങി നിൽക്കത്തില്ല. ഓക്കെ, ഇനി നമ്മൾ അതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി കറുത്ത മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണ്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നത് ചിറ്റൂർ താലൂക്കിലാണ് കാണപ്പെടുന്നത്. ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്നറിയപ്പെടുന്നത്. എന്താണ്? കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് അല്ലെങ്കിൽ റിഗർ സോയിൽ എന്ന് ഈ കറുത്ത മണ്ണിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത് പരുത്തിയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ന് പറയുന്നത് ഈ കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. അതുപോലെ തന്നെ ചെമ്മണ്ണ്. ചെമ്മണ്ണ് കേരളത്തിൽ കാണപ്പെടുന്ന ഒരു മണ്ണിനമാണ്. തിരുവനന്തപുരം ഭാഗത്തൊക്കെയാണ് ചെമ്മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ലാറ്ററൈറ്റ് മണ്ണെന്നാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. 65% കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണിനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് പറമ്പിക്കുളം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? പറമ്പിക്കുളം. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ചെന്തുരുണി. എന്താണ് ഓപ്ഷൻ ബി? ചെന്തുരുണി. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മുത്തങ്ങ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ആറളം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ പറമ്പിക്കുളം, ഓപ്ഷൻ ബി ചെന്തുരുണി, ഓപ്ഷൻ സി മുത്തങ്ങ, ഓപ്ഷൻ ഡി എന്ന് പറയുന്നതാണ് ആറളം. ഓക്കെ, 4 വന്യജീവി സങ്കേതങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് ചോദിച്ചാൽ ഏതാണ്? പറമ്പിക്കുളം. ഓക്കെ, എങ്ങനെയാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടി എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്ത് കാരണം എന്ന് പറഞ്ഞാൽ, പറമ്പിക്കുളത്ത് കാണപ്പെടുന്ന ഒരു പ്രത്യേക ഇനം തവളയായ പറമ്പിക്കുളം വാട്ടർ ഫ്രോഗ് അല്ലെങ്കിൽ മിനർ വരയ പറമ്പിക്കുളമാന എന്നാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഓക്കെ, പറമ്പിക്കുളം വാട്ടർ ഫ്രോഗ്. ഓക്കെ, ഈ പറമ്പിക്കുളം വാട്ടർ ഫ്രോഗ് ആണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു തവള ഇനമാണ്. ഈ തവളയിനം ഒരു അപൂർവ തവളയിനമാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മിനർവരയ പറമ്പിക്കുളമാന. ഇതാണ് അതിന്റെ ശാസ്ത്രീയ നാമം. ഈ
തവള ഇനം കാരണമാണ് എന്താണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടുവാൻ ഇടയായത്. ഓക്കെ, ഇനി പറമ്പിക്കുളത്തെ പറ്റി 2-3 പോയിന്റ് പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നത്. എന്നാൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഓക്കെ, പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് പ്രത്യേകതയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതും എന്നാൽ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയാവുന്നതുമായ ഏക വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ കേരളത്തിൽ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്തെന്ന് പറയുന്നത് പറമ്പിക്കുളം. ഓക്കെ, കേരളത്തിൽ ഔദ്യോഗിക പ്രവേശന കവാടം എന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിലെ വന്യജീവി സങ്കേതമാണ്. ഇപ്പൊ ഉദാഹരണം പറയാം, നമ്മൾ തിരുവനന്തപുരത്തെ ഒരു വലിയ വന്യജീവി സങ്കേതമാണ് നെയ്യാറ്, പേപ്പാറ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് കടന്നു പോകാൻ പറ്റും. പക്ഷേ ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നമ്മൾ പോകണമെങ്കിൽ, കടന്നു ചെല്ലണമെങ്കിൽ അവിടെ ഒഫീഷ്യലായിട്ട് ഒരു വഴിയില്ല, അത് പ്രവേശന കവാടമില്ല. ഈ പറമ്പിക്കുളം വന്യജീവി സങ്കേതം നമ്മൾ കടക്കണമെങ്കിൽ തമിഴ്നാട്ടിലൂടെ മാത്രമേ കടക്കാൻ പറ്റൂ. അപ്പോൾ പോയിന്റ് എന്ന് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്ന കേരളത്തിൽ ഔദ്യോഗിക പ്രവേശന കവാടം ഇല്ലാത്ത ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്തെന്ന് പറയുന്നത് പറമ്പിക്കുളം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയാവുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് പറമ്പിക്കുളം. ഓക്കെ, ഏറ്റവും വലിയ തേക്ക്, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമരം. ഓക്കെ, കന്നിമരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ, അല്ലെങ്കിൽ പ്രായം കൂടിയ തേക്ക് മരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. അപ്പൊ 2 കാര്യം നമ്മൾ പറഞ്ഞു. പറമ്പിക്കുളം വാട്ടർ ഫോഗ് അല്ലെങ്കിൽ മിനർവരായ പറമ്പിക്കുളം ആന. ഈ അപൂർവ തവളയാണ് റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ തവള ഇനം എന്ന് പറയുന്നത്. ഇത് കാരണമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയത്. അതുപോലെ തന്നെ പറമ്പിക്കുളം എന്ന് പറയുന്നത് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണെങ്കിലും കേരളത്തിൽ ഔദ്യോഗിക പ്രവേശന കവാടമില്ലാത്ത ഒരേ ഒരു വന്യജീവി സങ്കേതം, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയാവുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതം, ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്ക് മരമായ, അല്ലെങ്കിൽ പ്രായത്തെ തേക്ക് മരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും ഏതാണ്? പറമ്പിക്കുളമാണ്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ്. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് 2010 ടൈഗർ റിസർവ് ആയിട്ട് പറമ്പിക്കുളത്തെ പ്രഖ്യാപിച്ചു. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ്. കേരളത്തിൽ നിലവിൽ 2 ടൈഗർ റിസർവുകളേ ഉള്ളൂ. ഒന്ന് 1978 പെരിയാർ ടൈഗർ റിസർവ്, പെരിയാർ വന്യജീവി സങ്കേതത്തെ 1978 ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. 2010 പറമ്പിക്കുളത്തെ കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ, ചെന്തുരുണി, ജസ്റ്റ് അതും കൂടെ പറഞ്ഞു പോകാം എക്സാമിന്. അതിനൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. കേരളത്തിൽ ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. ഓക്കെ, ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി, അല്ലെങ്കിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഗ്ലൂട്ട ട്രാവൻകോറിയ ആണ് ഈ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഗ്ലൂട്ട ട്രാവൻകോറിയ. ഓക്കെ, ഗ്ലൂട്ട ട്രാവൻകോറിയ കൊല്ലം ജില്ലയിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം, ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. അതിനും 2-3 ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. മുത്തങ്ങ വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതം, അല്ലെങ്കിൽ ബേഗൂർ വന്യജീവി സങ്കേതം. ഓക്കെ, ഈ മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതം, ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മുത്തങ്ങ അല്ലെങ്കിൽ വയനാട് വന്യജീവി സങ്കേതമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം. 2 സംസ്ഥാനം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ 2 അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട്. കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത് മുത്തങ്ങ വന്യജീവി സങ്കേതം. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം എന്ന് പറയുന്നത് ആന. ഓക്കെ, 1992 മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രോജക്ട് എലിഫന്റിന്റെ കീഴിലായി. ഓക്കെ, അടുത്ത പോയിന്റ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതം എന്ന് വെച്ചാൽ കേരളത്തിലെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ഓക്കെ, സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് എന്ന് പറയുന്നത്
ആറളം വന്യജീവി സങ്കേതം. അപ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ. ഓക്കെ, കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ആറളമെങ്കിൽ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഇതാണ് നെയ്യാറാണ്. ഓക്കെ, നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ ആറളം വന്യജീവി സങ്കേതത്തിൽ ഒഴുകുന്ന നദിയാണ് എന്നത് ചീങ്കണ്ണിപ്പുഴ. ഓക്കെ, വേറൊരു പോയിന്റ് കൂടെ ഉണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് പൂമ്പാറ്റകളുടെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ആറളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് പൂമ്പാറ്റകളുടെ ബട്ടർഫ്ലൈസിന്റെ ദേശാടനം നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതെന്ന് വെച്ചാൽ ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം. ഓക്കെ, കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 19, ഓപ്ഷൻ ഡി 22. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 20 ആണ്. ഓക്കെ, കേരളത്തിൽ നിലവിൽ 20 ലോക്സഭാ സീറ്റുകളുണ്ട്. 2 സീറ്റുകൾക്ക് സംവരണമുണ്ട്. സംവരണമുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് മാവേലിക്കര, ഒന്ന് ആലത്തൂർ. ഓക്കെ, 2 സീറ്റുകൾക്ക് അതിൽ സംവരണ സീറ്റുകളാണ്. ഓക്കെ, അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഏതൊക്കെ ലോക്സഭാ മണ്ഡലം എന്ന് ചോദിച്ചാൽ, ഒന്ന് മാവേലിക്കര, 2 ആലത്തൂർ. മൊത്തത്തിൽ കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുകളുണ്ട്. അതിൽ 2 സംവരണമുള്ള സീറ്റുകളാണ്. ഒന്ന് ഏതെന്ന് വെച്ചാൽ മാവേലിക്കര, 2 ആലത്തൂർ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം റിലേറ്റ് ചെയ്ത്. കേരളത്തിൽ എത്ര രാജ്യസഭാ സീറ്റുകളുണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 9 ആണ്. എത്ര രാജ്യസഭാ സീറ്റുകളുണ്ട്? 9 രാജ്യസഭാ സീറ്റുണ്ട്. ഓക്കെ, ലോക്സഭാ സീറ്റുകൾ എത്രയാണ്? 20. അതിൽ സംവരണ സീറ്റുകൾ ഏതൊക്കെയാണ്? 2 ഉണ്ട്. ഏതൊക്കെ? മാവേലിക്കര, ആലത്തൂർ. ഓക്കെ, രാജ്യസഭാ സീറ്റ് എത്രയാണ്? 9. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. കേരളത്തിലെ നദികളുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓക്കെ, ഇതിൽ കുറച്ച് നദികൾ തന്നിട്ടുണ്ട്. അതിനെ നദികളുടെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ആക്കുക. അതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ നദികളാണ് ഉള്ളതെന്ന് വെച്ചാൽ കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ഓക്കെ, ഇത്രയും നദികൾ തന്നിട്ടുണ്ട്. 5 നദികൾ തന്നിട്ടുണ്ട്. നദിയുടെ നീളമനുസരിച്ച് നദികളെ ഓർഡറിലാക്കുക. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഭാരതപ്പുഴ, പമ്പ, കല്ലടയാർ, കടലുണ്ടി, ചാലിയാർ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ഓപ്ഷൻ സി എന്ന് പറയുന്നത് പമ്പ, ഭാരതപ്പുഴ, കല്ലടയാർ, ചാലിയാർ, കടലുണ്ടി. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഓക്കെ, ഈ ഓർഡർ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ പഠിച്ചു. ഏതാണ്? പെരിയാറാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഓക്കെ, ഭാരതപ്പുഴ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഏതാണ്? പമ്പയാണ്. നാലാമത്തെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. പിന്നെ 5ാം സ്ഥാനത്ത് വരുമ്പം അടുത്ത് അങ്ങനെ പോകുന്ന ചാലക്കുടി പുഴയാണ്. പക്ഷേ ഇതിലില്ല. അടുത്ത നദി എന്ന് പറയുന്നത് കടലുണ്ടിയാണ് ഏറ്റവും നീളം കൂടിയ നദി. അതുപോലെ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും നീളം കുറവെന്ന് പറയുന്നത് കല്ലടയാറാണ്. ഓക്കെ, കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന 11 നദികൾ. ഓക്കെ, കേരളത്തിൽ 100 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള 11 നദികളാണുള്ളത്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന അല്ലെങ്കിൽ ദൈർഘ്യമുള്ള 11 നദികളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമ്മൾ പഠിച്ചു പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴ. ഓക്കെ, ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴ. എന്നാൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് വെച്ചാൽ രാമപുരം പുഴ. ഓക്കെ, കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചാൽ ഏതാണ്? രാമപുരം പുഴയാണ്. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ എന്ന് ഇനി എക്സാമിന് ചോദിച്ചാൽ അത് അയിരൂർ പുഴയാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. കേരളത്തിലെ ഏറ്റവും വലിയ പുഴ എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, ഏതാണ്? പെരിയാറാണ്. നമ്മൾ പഠിച്ചു 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴ. ഓക്കെ, 16 കിലോമീറ്റർ. എത്രയാണ്? 16 കിലോമീറ്റർ ആണ് നീളം. 16 കിലോമീറ്റർ നീളം. എന്നാൽ കടലിൽ പതിക്കുന്ന, ഞാൻ പറഞ്ഞു ചില നദികൾ കടലിൽ പതിക്കും, ചില നദികൾ കായലിലാണ് പതിക്കുന്നത്. ഓക്കെ, എന്നാൽ കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ
നദി എന്ന് ചോദിച്ചാൽ രാമപുരം പുഴ. ഓക്കെ, 19 കിലോമീറ്റർ ആണ് നീളം. എത്രയാണ്? 19 കിലോമീറ്റർ ആണ് നീളം. എന്നാൽ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പുഴ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അയരൂർ പുഴ 17 കിലോമീറ്റർ ആണ് നീളം. ദക്ഷിണ കേരളം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുഴയാണ് ഈ അയിരൂർ പുഴ എന്ന് പറയുന്നത്. നാവായിക്കുളത്ത് നിന്ന് ഉത്ഭവിച്ച് തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഇടവ നടയറ കായലിൽ പതിക്കുന്ന ഒരു പുഴയാണ് അയിരൂർ പുഴ എന്ന് പറയുന്നത്. ഈ അയിരൂർ പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. എന്നാൽ 100 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. കേരള ജോഗ്രഫിയുടെയും മറ്റു ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇത് പഠിക്കുക, നിങ്ങളിത് മനസ്സിലാക്കുക. PSCയുടെ എല്ലാ എക്സാമുകളുടെ ക്ലാസ്സുകൾ നമ്മുടെ വരാന്ത റേസിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഈ കോൺടാക്ട് നമ്പർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്